നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 50ലധികം കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. വ്യാഴാഴ്ച ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സ പിഴവാണെന്ന് ആരോപിച്ച് മരത്തങ്കോട് അല്ലമീൻ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പഴയന്നൂർ കൂനാംപൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാനത്ത് ദേശീയപാത വ്യാപകമായി തകർന്ന സംഭവത്തിൽ മണ്ണിന്റെ ഗുണമേന്മയ്ക്കെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രംഗത്ത്. എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നും കൂറ്റൻ കുന്നുകൾ ഇടിച്ചു കൊണ്ടുപോയ മണ്ണും ദൃഢത കുറഞ്ഞതാണെന്ന് നാട്ടുകാർ. കോട്ടപ്പടി സെന്റ് ലാസ്റ്റേഴ്സ് ദേവാലയത്തിലെ ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ 111ാം ശ്രാദ്ധാചരണം ഭക്തി നിർഭരം. തിരുക്കർമ്മങ്ങളിലും ഊട്ടുസദ്യയിലും പങ്കെടുക്കാനായി ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ഗുരുവായൂർ മാമ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ കവർച്ച. 2 മാല, പാദസരം, സ്വർണ്ണ ഉരുപ്പടികളടങ്ങിയ 3.5 പവന്റെ സ്വർണം മോഷണം പോയി. മോഷണം പാലുവായി ചിറ്റാട റോഡിൽ മേച്ചേരി റഫീഖിന്റെ വീട്ടിൽ. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 50ലധികം കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. സംഭവത്തെ തുടർന്ന് തിങ്കളാഴ്ച വിദ്യാലയത്തിന് അവധി നൽകി. വ്യാഴാഴ്ച ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഛർദിയും വയറിളക്കവും ഉണ്ടായത്. വ്യാഴാഴ്ച രാത്രിയിലും വെള്ളി, ശനി ദിവസങ്ങളിലുമായി കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടു തുടങ്ങി. ഭൂരിഭാഗം കുട്ടികളെ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ക്ലിനിക്കുകളിലും ചികിത്സ നൽകി വീട്ടിലേക്ക് കൊണ്ടുപോയി. അതേസമയം സ്കൂൾ SMC ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ ഏതാനും കുട്ടികൾ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചു. സ്കൂൾ പ്രവേശന സമയത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കിണർ ശുചീകരിച്ച് വെള്ളം പരിശോധിച്ചിരുന്നു. അതുകൊണ്ട് വെള്ളത്തിന്റെ പ്രശ്നമാകാൻ സാധ്യതയില്ലെന്നും ഉച്ചഭക്ഷണത്തിൽ നിന്നോ പാലിൽ നിന്നോ ആകാമെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെയും AE വിവരം അറിയിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, വാർഡ് മെമ്പർമാരായ MK ജോസ്, MC ഐജു എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രധാന അധ്യാപിക KA സുജിനി, PTA പ്രസിഡന്റ് സുശാന്ത് എന്നിവരും അധ്യാപകരും സ്കൂളിലെത്തി. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സ പിഴവാണെന്ന് ആരോപിച്ച് മരത്തങ്കോട് അല്ലമീൻ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പഴയന്നൂർ കൂനംപൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജൂൺ 4-നാണ് രമ്യയെ പ്രസവത്തിനായി മരത്തങ്കോട് അൽ അമീൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജൂൺ 5 രാത്രി 8:30 രമ്യയെ സിസേറിന് വിധേയമാക്കുകയും ശസ്ത്രക്രിയയിലൂടെ ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. 6-ാം തീയതി രാവിലെ രമ്യയുടെ ആരോഗ്യനില വഷളാവുകയും രക്തസമ്മർദ്ദം കുറഞ്ഞ് ഗുരുതരാവസ്ഥയിലായി. തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റി. രാത്രി 10:30 മരണം സംഭവിച്ചു. രമ്യ ആരോഗ്യവതിയായിരുന്നുവെന്നും സിസേറിയനിൽ സംഭവിച്ച പിഴവാണ് മരണത്തിനിടയാക്കിയതെന്നും ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. ശസ്ത്രക്രിയയിൽ രക്തക്കുഴലുകൾ മുറിയുകയും തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടായതുമാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. രമ്യയെ ചികിത്സിച്ച ഡോക്ടർ ആരാണെന്ന് പറയുവാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. സമാനമായ രീതിയിൽ നിരവധി പ്രസവാനന്തര മരണങ്ങൾ ഈ ആശുപത്രിയിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ടെന്നും സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഉന്നതതല അന്വേഷണം വേണമെന്നും രമ്യയുടെ ബന്ധുക്കൾ പറയുന്നു. അഖിലിനെയാണ് എന്നെ വിളിക്കുന്നത്. ഈ അഖിലെ വിളിക്കുന്നത് എന്താ വെച്ചാൽ രമ്യേച്ചി മരിച്ചുപോയി എന്ന് പറഞ്ഞു. ആ കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി.
അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അമീൽ എന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് അവൾ പ്രസവിച്ചത്, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ തന്നെ അമലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പം നമ്മളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ആൾക്കാരെ അറിയിക്കണ ഒരു കാര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളത് പറയുന്നു. അവൾക്ക് വേറെ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് സർജറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നം. ആരാണ് ഈ കുട്ടിയുടെ പ്രസവം അറ്റൻഡ് ചെയ്ത ഡോക്ടർ ഏതാണ്? അതും നമുക്കറിയില്ല. അവിടെ ഏത് ഡോക്ടറെയാണ് അവർ കണ്ടിരുന്നതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ അമലയിലേക്ക് കൊണ്ടുപോകാൻ വഴിയിൽ ആണ് കുട്ടി മരിച്ചിരിക്കുന്നത്. അമലയിൽ എത്തിയില്ല. 10 മിനിറ്റ് മുന്നേ എത്തിവെച്ചെങ്കിൽ കുട്ടി രക്ഷപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ മാമ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ കവർച്ച, 2 മാല, പാദസരം, സ്വർണ്ണ ഉരുപ്പിടികൾ അടങ്ങിയ 3.5 പവന്റെ സ്വർണം മോഷണം പോയി. പാലുവായി ചിറ്റാട റോഡിൽ മേച്ചേരി റഫീഖിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വെള്ളിയാഴ്ച ബന്ധുവീട്ടിലേക്ക് പോയ കുടുംബം ഇന്നലെ വൈകിട്ട് എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. അലമാരിൽ നിന്നാണ് മോഷണം പോയത്. സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലാണ്. വിവരം അറിഞ്ഞ് ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാനത്ത് ദേശീയപാത വ്യാപകമായി തകർന്ന സംഭവത്തിൽ നിർമ്മാണത്തിന് ഉപയോഗിച്ച മണ്ണിന്റെ ഗുണമേന്മയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കരാറ് കമ്പനിക്കൊപ്പം മണ്ണിന്റെ ദൃഢതയെ സംബന്ധിച്ചും ഹൈവേ അതോറിറ്റി റിപ്പോർട്ട് നൽകിയത്. റോഡ് നിർമ്മാണം ആരംഭിച്ചതു മുതൽ കേരളത്തിലെമ്പാടുമുള്ള കുന്നുകൾ ഇടിച്ച് ലക്ഷക്കണക്കിന് ലോഡ് മണ്ണാണ് റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുപോയിരുന്നത്. മണ്ണിന്റെ ദൃഢത സംബന്ധിച്ച് യാതൊരുവിധ പരിശോധനയും നടത്താതെ മണ്ണ് മാഫിയകളെ സഹായിക്കുന്ന നിലപാടാണ് കരാറ് കമ്പനിയും ഹൈവേ അതോറിറ്റിയും സ്വീകരിച്ചത്. റോഡ് നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് മണ്ണെടുത്ത് മറ്റിടങ്ങളിലേക്ക് മണ്ണടിച്ച് അമിതലാഭം കൊയ്ത സംഘങ്ങളുമുണ്ട്. പലയിടത്തും പ്രദേശവാസികളുടെ കടുത്ത എതിർപ്പിനെ മറികടന്നാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ മണ്ണ് മാഫിയ സംഘങ്ങൾ നിർബാധം മണ്ണെടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പല പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയതും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും കുന്നുകൾ ഇടിച്ചുള്ള മണ്ണെടുപ്പിന്റെ അനന്തരഫലമായിരുന്നു. എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നും കൂറ്റൻ കുന്നുകൾ ഇടിച്ച് മണ്ണ് കൊണ്ടുപോയിരുന്നു. ആയിരക്കണക്കിന് ലോഡ് മണ്ണാണ് പ്രദേശത്ത് നിന്ന് കൊണ്ടുപോയിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും ദൃഢതയില്ലാത്ത മഞ്ഞ നിറത്തിലുള്ള മണ്ണായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ കാണുന്ന മണ്ണ് കൊണ്ടുപോയിട്ടാണ് ഹൈവേക്ക് വേണ്ടിയിട്ട് റോഡ് ഉയരം വരുത്തിയത് അല്ലെങ്കിൽ നികത്തി കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം യാതൊരു കാരണവശാലും ഇതിന് കൂട്ടിപ്പെടുത്തുള്ള മണ്ണല്ലത്. ഉണങ്ങിക്കഴിഞ്ഞാൽ തനി തവിട് പോലെയും നനഞ്ഞു കഴിഞ്ഞാൽ തനി കുറുക്ക് പോലെ ആവുന്ന ഒരു തരം മണ്ണാണിത്. ഈ മണ്ണ് കൊണ്ട് യാതൊരു കാരണവശാലും റോഡ് പണിയാൻ പറ്റില്ല. അത് ആർക്കും ഏത് കുട്ടിക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഇവിടെ ഗുണ്ടായിസം പോലെയാണ് ഇവിടെ പെരുമാറിയിട്ട് ഈ മണ്ണെല്ലാം എടുത്തുകൊണ്ട് പോയത്. ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു സാധ്യത കണ്ടുകൊണ്ട് തന്നെ വിദഗ്ധമായിട്ടുള്ളൊരു സംഘം ഇവിടെ വന്ന് പരിശോധിച്ച് ഈ കുന്ന് ഒരു പ്രശ്നബാധിതമായ മേഖലയാണ് എന്ന് വിലയിരുത്തിയ ഒരു സ്ഥലമാണിത്. പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അടക്കം സാധാരണക്കാരായ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞു ഇത് ചെയ്യരുത്. അതൊന്നും വില കൊടുത്തില്ല. ഈ കാണുന്ന ഒരു വലിയൊരു ലോബിയാണ് ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടലിൻ്റെ ഭീതിയിലാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിലെല്ലാം നടത്തിയിട്ടുള്ളത് വലിയൊരു അഴിമതി തന്നെയാണ്. റോഡ് നിർമ്മാണത്തിനായി പലയിടത്തും ഇത്തരത്തിൽ തന്നെയുള്ള മണ്ണ് ഉപയോഗിച്ചതായും ആക്ഷേപമുണ്ട്. മേഖലയിലെ ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന വിധം മണ്ണെടുക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നുവെങ്കിലും റോഡ് നിർമ്മാണമെന്ന പൊതു ആവശ്യത്തിനു മുന്നിൽ ജനങ്ങൾ സമരരംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു. കുന്നുകൾ യന്ത്രക്കൈകൊണ്ട് മാന്തിയെടുത്ത് ലക്ഷങ്ങൾ പോക്കറ്റിലാക്കിയവർക്കും ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ ദല്ലാളന്മാർക്കും ലാഭം മാത്രമായി മാറിയ മണ്ണെടുപ്പിൽ നഷ്ടം സാധാരണക്കാരന്റെ നികുതിപ്പണത്തിന് മാത്രമായിരിക്കും എന്നതാണ് മുൻകാലാനുഭവങ്ങൾ. കോട്ടപ്പടി സെന്റ് ലാസ്റ്റീസ് ദേവാലയത്തിലെ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 111ാം ശ്രാദ്ധാചരണം ഭക്തി നിർഭരമായി. തിരുക്കർമ്മങ്ങളിലും ഊട്ടുസദ്യയിലും പങ്കെടുക്കാനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. രാവിലെ 6-നും 7-നും ദിവ്യബലിക്കു ശേഷം 10-ന് അനുസ്മരണ ബലി, സന്ദേശം, കബറിടത്തിൽ ഒപ്പീസ്, അന്നീത എന്നിവ നടന്നു. തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്കു ശേഷം വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ നേർച്ച സദ്യ ആശീർവദിച്ചു. കുട്ടികൾക്കുള്ള ചോറൂണ് അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ നിർവഹിച്ചു. 20,000 പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയത്.
ഭക്ഷണ പാക്കറ്റും അരി, അവിൽ, ശ്രാദ്ധമധുരം പാക്കറ്റുകളും ഒരുക്കിയിരുന്നു. വരദച്ചൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 25 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഒരുക്കിയത്. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ജനറൽ കൺവീനർ KP പോളി, ട്രസ്റ്റിമാരായ VK ബാബു, സെബി താണിക്കൽ, CK ഡേവിസ്, വിജു ലാസർ, MK പോൾസൺ, CK വിൻസെന്റ്, പോൾ അന്തിക്കാട്ട്, ട്രസ്റ്റ് സെക്രട്ടറി രാജേഷ് ജാക്ക്, PRO ജോബ്സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. 4ാമത് മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 10 വൈകിട്ട് 3 മണിക്ക് ഗുരുവായൂർ കൃഷ്ണവത്സം റീജൻസിയിൽ നടക്കുന്ന സമാദരണ സദസ്സിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. 10,001 രൂപയും പ്രശസ്തി പത്രവും എളവള്ളി നന്ദകുമാർ തയ്യാറാക്കിയ ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നഗരസഭാ മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ ആമുഖ പ്രഭാഷണവും കേന്ദ്ര സംസ്കൃത സർവകലാശാല മുൻ ഡീൻ ഡോക്ടർ PC മുരളി മാധവൻ മാടമ്പ് സ്മൃതി പ്രഭാഷണവും നടത്തും. എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ, കലാമണ്ഡലം ഡിമഡ് യൂണിവേഴ്സിറ്റിയിലെ സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മണികണ്ഠൻ, MK ദേവരാജൻ എന്നിവർ സംസാരിക്കും. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളായ ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട, സിദ്ധൻ എളവള്ളി, ഷാജു പുതൂർ, ഡോക്ടർ അജിത്, കൃഷ്ണദാസ് മുരളി, തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി, രവീന്ദ്രൻ പണിക്കർ എന്നിവരെ ആദരിക്കും. യോഗത്തിൽ വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും ഉണ്ടാകും. വിദ്യാധരൻ മാസ്റ്റർ സംഗീതം ചെയ്ത പാട്ടുകളെ കോർത്തിണക്കിക്കൊണ്ട് പിന്നണി ഗായകരായ മഹാദേവനും പാർവതിയും നയിക്കുന്ന സംഗീത വിരുന്ന് അരങ്ങേറും. സംഘാടകരായ ശ്രീകുമാർ ഇഴുവപ്പാടി, T കൃഷ്ണദാസ്, സുധാകരൻ പാവർട്ടി, MK ദേവരാജൻ, KM സുകുമാരൻ, ജയരാജ് മേനോൻ, സജീവ് കുമാർ MK, ജയപ്രകാശ് കേശവ്, ജിഷ്ണു, സേതു, ഹരി വെള്ളാപ്പരമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. സ്കൂട്ടർ യാത്രക്കാരനായ കരിയന്നൂർ കൊട്ടേക്കാട് വീട്ടിൽ വിനോദിനാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 12:30-ക്കായിരുന്നു അപകടം. ഇയാൾ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ ഭാഗമായി ജൂബിലി മിഷൻ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ രക്തദാനം നിർവഹിച്ചു കൊണ്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ, തിരുനാൾ ജനറൽ കൺവീനർ KC ഡേവിസ്, ജോയിന്റ് കൺവീനർ MK ജോഷി, രക്തദാന കമ്മിറ്റി കൺവീനർ ഡോക്ടർ എഡ്ബർഡ് സൈമൺ, ജോയിന്റ് കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 129ാം പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായി 129 പേർ രക്തം ദാനം ചെയ്തു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷം ഭക്തിനിർഭരമായി. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും ഊട്ടുതിരുനാളിൽ ഇടവക വിശ്വാസികൾ ഭക്തിനിർഭരമായി പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് ഇടവകാംഗമായ ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് കാർമ്മികനായി പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 തൃശൂർ സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുണ്ടായി. സെന്റ് തോമസ് കോളേജ് മീഡിയ സ്റ്റഡീസ് ഡയറക്ടർ ഫാദർ ഫിജോ ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകി. കുർബാനയെ തുടർന്ന് ഇടവക വിശ്വാസികൾ ഭക്തിനിർഭരമായി പങ്കെടുത്ത പ്രദക്ഷിണവും നടന്നു. ഫാദർ ബിജു പാണേങ്ങാടൻ ഊട്ടുനേർച്ചയുടെ ആശീർവാദം നിർവഹിച്ച ശേഷം നേർച്ചയൂട്ടിന്റെ വിതരണം ആരംഭിച്ചു. ജാതിമതഭേദമന്യേ 100 കണക്കിന് പേർ ഊട്ടുതിരുനാളിൽ പങ്കെടുത്തു. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലയൂർ, ബെഫിൻ അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ ഡേവിസ് അതിയുന്തൻ, ജോയിന്റ് കൺവീനർ മിൻസെൻ ചുങ്കത്ത്, വിവിധ കമ്മിറ്റി കൺവീനർമാരായ അഖിൽ അറങ്ങാശ്ശേരി, തോമസ് കുണ്ടുകുളം, സിൻഡോ ചൂണ്ടൽ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. പുന്നൂർകുളം ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനെ കൊടിയേറി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ഇടവക വികാരി ഫാദർ ഡെന്നീസ് മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ CV ജോസഫ്, പള്ളി ട്രസ്റ്റിമാരായ KT സൈമൺ, EJ ബെന്നി, PJ ഡേവിഡ്, കമ്മിറ്റി കൺവീനർമാരായ CV ജേക്കബ്, MK ബെന്നി, MR ഷെജി, MG ഷെറി, കുടുംബകൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ KJ ജിജോ എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 15-നാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. ജൂൺ 9 മുതൽ 14-ാം തീയതി വരെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരിക്കും.
15-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് അത്താണി ടീം ഹാൻഡ്സ് ഡയറക്ടർ ഫാദർ ജോബി കടപ്പൂരാൻ മുഖ്യകാർമ്മികനാകും. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ തോമസ് പൂപ്പാടി സന്ദേശം നൽകും. തുടർന്ന് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണവും നേർച്ച സദ്യയും നടക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് പ്രണാമം അർപ്പിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷറഫു പഞ്ഞിത്തടം അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് ഭാരവാഹി MK സുനിൽകുമാർ, കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PC ഗോപാലകൃഷ്ണൻ, സജീവൻ ചാത്തനാത്ത്, OS വാസുദേവൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ, വാർഡ് മെമ്പർമാരായ സൈബുനിസ ഷറഫു, രജിത ഷാജി അമ്മാട്ട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചെറുമനങ്ങാട്, ജനശ്രീ കടങ്ങോട് മണ്ഡലം ചെയർമാൻ റഫീഖ് ഐനിക്കുന്നത് തുടങ്ങിയവർ പങ്കെടുത്തു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം ജൂൺ 18-ന് കേച്ചേരിയിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ CF ജെയിംസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുലജ പത്മനാഭൻ അധ്യക്ഷയായി. CITU ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ, സെക്രട്ടറി PM സോമൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, ജില്ലാ സെക്രട്ടറി MS പ്രേമലത, ചൊവ്വന്നൂർ പ്രൊജക്ട് പ്രസിഡന്റ് ജയലളിത എന്നിവർ സംസാരിച്ചു. KF ഡേവിസ് ചെയർമാൻ, MS പ്രേമലത കൺവീനർ, സുലജ പത്മനാഭൻ ട്രഷറർ എന്നിവർ ഭാരവാഹികളായി 101 അംഗ സംഘാടക സമിതിയെ തെരഞ്ഞെടുത്തു. പുന്നൂർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂൾ ഇക്കോ ക്ലബ്ബ് അംഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ തീരം ശുചീകരിച്ച ശേഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ക്യാമ്പയിൻ. അരയാൽ, അശോകം, മരോട്ടി, മുള, മാവ്, പുളി, പൂവരശ ഇനങ്ങളിൽപ്പെട്ട 30ഓളം വൃക്ഷത്തൈകളാണ് തീരങ്ങളിൽ നട്ടുപിടിപ്പിച്ചത്. ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്ററും ജൈവവൈവിധ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ ഡയറക്ടറും വനമിത്ര പുരസ്കാര ജേതാവുമായ NJ ജെയിംസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും PT അംഗങ്ങളും പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ പ്ലക്കാർഡുമായി 30ഓളം വിദ്യാർത്ഥികൾ പെരിയമ്പലം ബീച്ചിൽ എത്തിയാണ് തൈകൾ നട്ടുപിടിപ്പിച്ചത്. ഇവയുടെ തുടർ സംരക്ഷണം പ്രദേശത്തെ ഇക്കോ ക്ലബ്ബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. PTA പ്രസിഡന്റ് സ്നേഹ് ഗിൽചിത്ത് അധ്യക്ഷത വഹിച്ചു. കടലാമകളെക്കുറിച്ച് പ്രകൃതി ഫോട്ടോഗ്രാഫറും കടലാമ സംരക്ഷകനുമായ സലീം ക്ലാസ് എടുത്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ KL മനോഹിത് ആമുഖ പ്രഭാഷണം നടത്തി. പുന്നയൂർകുളം പഞ്ചായത്ത് അംഗം KH ആബിദ്, SSG ചെയർമാൻ റാണ പ്രതാപ്, PTA വൈസ് പ്രസിഡന്റ് റഹീം, എക്സിക്യൂട്ടീവ് അംഗം രഘുനാഥ്, അധ്യാപകരായ PJ ജയകൃഷ്ണൻ, ഷിബിൻ രാജ്, അഭിജിത്ത് എന്നിവരും ഹരിതകർമ്മസേനാംഗങ്ങൾ, ഇക്കോ ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവരും സംബന്ധിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ സോഷ്യൽ വെൽഫെയർ പ്രൊജക്ടിന്റെ ഭാഗമായി പകൽ വീട് ഒരുങ്ങി. ഇടവക അതിർത്തിയിലെ പ്രായമായവർക്ക് ഒന്നിച്ചുകൂടാനും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനുമാണ് സോഷ്യൽ വെൽഫെയർ പ്രൊജക്ട് പകൽ വീട് സജ്ജമാക്കുന്നത്. അതിരൂപത വികാരി ജനറൽ ജോസ് കോനിക്കര പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനായി. മുതിർന്ന പൗരനായ TT ജോർജ് മാസ്റ്റർ, ഇടവക കൈകാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PH സ്റ്റീഫൻ, ജോൺസൺ C കാക്കശ്ശേരി, സോഷ്യൽ വെൽഫെയർ പ്രൊജക്ട് കൺവീനർ ആന്റണി L കാക്കശ്ശേരി, മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ് എന്നിവർ സംബന്ധിച്ചു. പകൽ വീടിന്റെ പ്രവർത്തനം എത്രയും വേഗത്തിൽ ആരംഭിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. മറ്റം ഇടവകയിലെ വിവിധ കുടുംബ കൂട്ടായ്മകളിൽ സാമ്പത്തികമായി വിഷമങ്ങൾ നേരിടുന്നവർക്കും രോഗാവസ്ഥയിലുള്ളവർക്കും കൈത്താങ്ങായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയായ സോഷ്യൽ വെൽഫെയർ പ്രൊജക്ടിന്റെ മറ്റൊരു സ്വപ്നമാണ് പകൽ വീട് പദ്ധതി യാഥാർത്ഥ്യമായതിലൂടെ പൂവണിഞ്ഞത്. SSLC+2 ഉൾപ്പെടെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. എരുമപ്പെട്ടി മുരിങ്ങത്തേരി പതിയാരം NSS കരയോഗത്തിന്റെ കുടുംബയോഗവും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. രഘു കുറുപ്പ് വീട്ടിൽ അധ്യക്ഷനായി. സജീഷ്, രാജൻ, കുട്ടൻ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സ്നേഹാദരം 2025 സംഘടിപ്പിച്ചു. ക്ലബിൽ നടന്ന ആദരയോഗം ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പെരുമണ്ണൂർ GLP സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപകനായി വിരമിച്ച MG നിമൽകുമാർ, വാർഡ് മെമ്പർ സരിത വിജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികൻ ശരൺ കൃഷ്ണ, മർക്കസ് നോളജ് സിറ്റിയിലെ വീറാസിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ സഹോദരന്മാരായ അൽവാരിസ് അഫ്സൽ സഖാഫി, അൽവാരിസ് അജ്മൽ സഖാഫി, അൽവാരിസ് അൻസൽ സഖാഫി, പാലക്കാട് ജില്ലാ സഹോദയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഞാങ്ങാട്രി മഹർഷി വിദ്യാലയം ടീം അംഗവും PFA താരവുമായ ആനന്ദ് R നായർ,
പ്രാരാബ്ധങ്ങൾക്കിടയിലും 3 പെൺമക്കളെ പഠിപ്പിച്ച ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപകരാക്കിയ കൃഷ്ണൻ ലീല ദമ്പതികൾ, SSLC, +2 ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾ, LSS സ്കോളർഷിപ്പ് നേടിയ മിഥുൻ കെ ഹരിദാസൻ, ശ്രീലക്ഷ്മി എന്നിവരെ അനുമോദിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് കൂറ്റനാട് യൂണിറ്റുമായി സഹകരിച്ച് പ്രദേശത്ത് 150-ലധികം മുരിങ്ങത്തൈകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് MV സുരേഷ്, സെക്രട്ടറി V കേശവദാസ്, പൊതുപ്രവർത്തകൻ KC കുഞ്ഞൻ, പരിസ്ഥിതി പ്രവർത്തകൻ K രാജേന്ദ്രൻ, റിട്ടയേർഡ് ADM P രാജൻ, റിട്ടയേർഡ് DO P ഇന്ദിര ടീച്ചർ, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം തിരുവത്ര വെസ്റ്റ് യൂണിറ്റ് സമ്മേളനം സംഘടനയുടെ ചാവക്കാട് ഏരിയ പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ഏരിയ ജോയിന്റ് സെക്രട്ടറി PK രാധാകൃഷ്ണൻ, കൗൺസിലർ ശ്രീജി സുഭാഷ്, CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KH സലാം, KA ശശിധരൻ, TR വിശ്വനാഥൻ, VK കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി സെക്രട്ടറി സ്മിബി ജിതേഷ്, പ്രസിഡന്റായി KS ഗിരീഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കെല്ലാം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച KHRA ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറിയുമായ CA ലോകനാഥനെ അനുസ്മരിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, മുൻ MLA KV അബ്ദുൽ ഖാദർ, വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, GK പ്രകാശ്, ശിവജി ഗുരുവായൂർ, TT ശിവദാസൻ, KP വിനോദ്, അരവിന്ദൻ പർലത്ത് തുടങ്ങി വിവിധ മേഖലയിലുള്ള നിരവധി പേർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. രാജ്ഭവനെ കാവ്യ ആലയമാക്കി മാറ്റാനുള്ള ഗവർണറുടെ ഗൂഢശ്രമത്തിനെതിരെ CPI ബ്രാഞ്ച് തലത്തിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈ നടൽ ക്യാമ്പയിൻ CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചോണ്ടിലാത്ത് പെരുമ്പിലാവിൽ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി CA ഷമീർ, നൌഷാദ്, അലി, ബാബു, കബീർ എന്നിവർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനത്തിൽ നടന്ന വനവകുപ്പ് ഓഫീസറുടെ മകന്റെ വിവാഹത്തിന് വിവാഹ സമ്മാനമായി വൃക്ഷത്തൈ നൽകി പ്രകൃതി സംരക്ഷണ സംഘം. ഗുരുവായൂർ ഗോകുലം വനമാല റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീബിക്സിലെ ടെക്നിക്കൽ ഓഫീസറായ S ശിവദാസ്, G ഓമന ദമ്പതികളുടെ മകൻ ഹരികൃഷ്ണന്റെയും വൈശാലിയുടെയും വിവാഹ ചടങ്ങിലാണ് വൃക്ഷത്തൈ നൽകിയത്. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ്, പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി, കുന്നംകുളം മേഖലാ കമ്മിറ്റി അംഗം റിയാസ് കരിക്കാട് എന്നിവർ ചേർന്ന് നവദമ്പതികൾക്ക് വൃക്ഷത്തൈ സമ്മാനിച്ചു. ചർമ്മം ചാലിശ്ശേരി അങ്ങാടി അരിമ്പൂർ പരേതനായ ചേറുകുട്ടി ഭാര്യ തങ്കമ്മ നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം സെന്റ് ഔഗൻസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ജോർജ്, മേരി, ബിന്ദു എന്നിവർ മക്കളാണ്. കാണിയാമ്പാൽ പുറത്തൂർ പള്ളിക്കുന്നത്ത് ജോണി ഭാര്യ സിസിലി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ചിറളയം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ജെയ്സൺ, ഡെയ്സി, ജിൻസൺ, ചോണി, പ്രിൻസൺ, പ്രിൻസി എന്നിവർ മക്കളാണ്. കണിപ്പയൂർ പാറയ്ക്കൽ പരേതനായ ജോസ് ഭാര്യ ആനി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ജെസ്സി, ഷീബ, ഷേർലി, പരേതനായ ഷാജൻ എന്നിവർ മക്കളാണ്. കടവല്ലൂർ എടയൂർ ക്ഷേത്രത്തിന് സമീപം തട്ടത്ത് വളപ്പിൽ ശങ്കരൻ നായരുടെ ഭാര്യ കൈതപ്പുറത്ത് കമലാക്ഷി അമ്മ നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. അരവിന്ദാക്ഷൻ, ജ്യോതി പ്രകാശ്, ഹേമലത എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ തേവർമഠം റോഡ് പരേതനായ മേനഞ്ചേരി ദേവസി മകൻ തോമസ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. റോസിലിയാണ് ഭാര്യ. ജാക്സൺ, ജാൻസി, ജോബ്സൺ എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. കുന്നംകുളം ഗരിമ സ്പോർട്സ് ഉടമ കരിക്കാട് വില്ലനൂർ ചാട്ടുകുളങ്ങര മുഹമ്മദ് കുട്ടി മകൻ റാഷിദ് നിര്യാതനായി. 36 വയസ്സായിരുന്നു. ഖബറടക്കം തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് കോട്ടൂൾ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. അഷിത ഭാര്യയും അസ്വ ഹെറിൻ മകളും ബഷീറ മാതാവുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഇരുമപ്പടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 50-ലധികം കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് മരത്തങ്കോട് അല്ലമീൻ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പഴയന്നൂർ കൂനംപൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാനത്ത് ദേശീയപാത വ്യാപകമായി തകർന്ന സംഭവത്തിൽ
മണ്ണിന്റെ ഗുണമേന്മയ്ക്കെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രംഗത്ത്. എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നും കൂറ്റൻ കുന്നുകൾ ഇടിച്ചു കൊണ്ടുപോയ മണ്ണും ദൃഢത കുറഞ്ഞതാണെന്ന് നാട്ടുകാർ. കോട്ടപ്പടി സെന്റ് ലാസീസ് ദേവാലയത്തിലെ ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ 111 ശ്രാദ്ധാചരണം ഭക്തി നിർഭരം. തിരുക്കർമ്മങ്ങളിലും മൂട്ടുസദ്യയിലും പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ. ഗുരുവായൂർ മാമ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ കവർച്ച. 2 മാല പാദസരം സ്വർണ്ണ ഉരുപ്പടികൾ അടങ്ങിയ 3.5 പവന്റെ സ്വർണം മോഷണം പോയി. കവർച്ച പാലുവായി ചിറ്റാട റോഡിൽ മേച്ചേരി റഫീഖിന്റെ വീട്ടിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.